ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് തീവ്ര ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ണിൽ മരുന്നൊഴിക്കണം, എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൺപോളകളും അതുപോലെ കൺപീലികളും ക്ലീൻ ചെയ്യേണ്ടതാണ്. കണ്ണിലെ മേൽപോള ക്ലീൻ ചെയ്യുമ്പോൾ പേഷ്യന്റിനോട് താഴെ നോക്കുവാനും കീഴ്പോള ക്ലീൻ ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കുവാനും പറയണം. മരുന്നുകൾ ഒഴിക്കുന്നതിന് മുന്നേ കൈകൾ നന്നായി സാനിറ്റൈസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മരുന്നുകൾ ഒരു തുള്ളി വീതം ഒഴിച്ചാൽ മതി. സർജറിക്ക് ശേഷം 3-4 മരുന്നുകളായിരിക്കും നമ്മൾ ഇവിടുന്ന് തരുന്നത്. ഒരു തുള്ളി മരുന്നൊഴിച്ച് 5 മിനിറ്റ് ഗ്യാപ്പിന് ശേഷം വേണം അടുത്ത തുള്ളി മരുന്ന് ഒഴിക്കുവാൻ. മരുന്നുകൾ ഒഴിക്കുമ്പോൾ കീഴ്പോളയോ മേൽപോളയോ പിടിച്ച് വേണം ഒഴിക്കാൻ. കൺപോളകളിൽ കൂടുതൽ പ്രഷർ ചെലുത്താതെ ശ്രദ്ധിക്കേണ്ടതാണ്. മരുന്നൊഴിച്ചതിന് ശേഷം 30 സെക്കൻഡ്സ് എങ്കിലും കണ്ണ് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണിൽ നിന്ന് ഒഴുകി വരുന്ന മരുന്നുകൾ മൃദുവായ ഒരു ടിഷ്യൂ വെച്ച് മാത്രമേ തുടയ്ക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സർജറിക്ക് ശേഷം തരുന്ന പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ആശുപത്രിയിൽ കാറ്ററാക്ട് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന മരുന്നൊഴിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓരോരോ ആശുപത്രികൾ വ്യത്യസ്ത രീതികളിലായിരിക്കും പറയുന്നത്. അപ്രകാരം നിങ്ങൾ ചെയ്യുക. ഈ ഒരു വീഡിയോ ജനറൽ ഒരു അവയർനെസ്സിന് മാത്രമാണ്. താങ്ക് യു.